എടാ മക്കളെ, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇൻട്രഡക്ഷൻ ഒന്നും കൊടുത്ത് വലിച്ചു നീട്ടുന്നില്ല, നമുക്ക് കാര്യത്തിലേക്ക് പോകാം. സോ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒത്തിരി പേരുടെ ഒരു സജഷൻ, ഈ വീഡിയോ ചെയ്യുമോ, ഇങ്ങനത്തെ ഒരു കോണ്ടന്റ് ചെയ്യുമോ എന്ന് ചോദിച്ചതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നൊരു വീഡിയോ ആണ്. സോ ഈ വീഡിയോ ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുന്നത് ഒരു ആവറേജ് സ്റ്റുഡൻറ്റിനായിരിക്കും. അതായത് ഒരു ആവറേജ് സ്റ്റുഡൻസിന് സോഷ്യൽ സയൻസ് പോലുള്ള സബ്ജക്റ്റ് പഠിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു പ്രശ്നം നിറഞ്ഞൊരു സംഭവം അല്ലേ. അത് ഒത്തിരി കോണ്ടന്റുകൾ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ഒത്തിരി കുട്ടികൾ നമുക്ക് ഇൻബോക്സിലൊക്കെ മെസ്സേജ് അയച്ച് ചോദിക്കുന്നതാണ്, സോഷ്യൽ സയൻസ് പഠിക്കാൻ പറ്റുന്നില്ല, എത്ര ശ്രമിച്ചിട്ടും സോഷ്യൽ സയൻസിലെ ചാപ്റ്റേഴ്സ് മനസ്സിലാകുന്നില്ല, നോട്ട്സുകൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള നോട്ട്സ് കിട്ടുന്നു. സോ ഇങ്ങനെയുള്ള കുട്ടികളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു സൊല്യൂഷനാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും കാണുക. അതോടൊപ്പം തന്നെ നിങ്ങൾ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുക. എന്നാൽ മാത്രമേ നമ്മൾ ഇടുന്ന വീഡിയോസ് കൃത്യമായിട്ട് നിങ്ങളിലേക്ക് എത്തൂ. ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. ഇത് എൻ്റെ സെൽഫ് എക്സ്പീരിയൻസിൽ നിന്നും കുറേ ഒരു 10 വർഷമായിട്ട് ഞാൻ സ്റ്റുഡൻസിനെ പഠിപ്പിക്കുകയും ട്യൂട്ടറായിട്ട് വർക്ക് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. സോ നമുക്ക് അങ്ങനെ ഒരു ആവറേജ് സ്റ്റുഡൻസിൻ്റെ ഒക്കെ ഗ്രോത്ത് നന്നായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞു. സോ ഒരു സെൽഫ് എക്സ്പീരിയൻസിന്റെ ബേസിലാണ് നമ്മൾ ഈ വീഡിയോസ് ഒക്കെ ഇടുന്നത്. അപ്പൊ എല്ലാവരുടെയും പ്രശ്നം സോഷ്യൽ സയൻസ് ആണ് അല്ലേ. പ്രത്യേകിച്ച് SSLC പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് നിങ്ങൾക്ക് സോഷ്യൽ സയൻസ് ടെക്സ്റ്റ് ബുക്ക് കാണുമ്പോൾ തന്നെ അറിയാം, ആദ്യം പഠിക്കുന്ന ഹ്യൂമാനിസം ആണല്ലേ. ആൻഡ് ഈ ചാപ്റ്റർ എടുക്കുമ്പോൾ തന്നെ ഹിസ്റ്ററിയിൽ ഈ ചാപ്റ്റർ എടുക്കുമ്പോൾ തന്നെ ഭയങ്കര വാസ്റ്റ് ആയിട്ടാണ് ചാപ്റ്റേഴ്സ്. അതായത് കോണ്ടന്റുകൾ ഇങ്ങനെ കുത്തി നിറച്ച് വെച്ചിരിക്കുക. അതും ഓരോരോ ഇപ്പൊ റിനൈസൻസ്, ഹ്യൂമാനിസം, അതിലോരോ സാഹിത്യകാരന്മാരുടെ പേര്, അങ്ങനെ ഭയങ്കര വാസ്റ്റ് ആയിട്ടുള്ള ഒരു സിലബസ് ആണ് നിങ്ങളുടെ മുമ്പിലുള്ളത്. സോ അത് പഠിച്ചെടുക്കുക, അത് ഓർത്തിരിക്കുക, ബൈഹാർട്ട് ചെയ്യുക, പേരൊക്കെ ഓർത്തിരിക്കുക, വർഷങ്ങൾ ഓർത്തിരിക്കുക, ഇതൊക്കെ ഭയങ്കര നമുക്കൊരു പ്രശ്നമാണ്. അപ്പൊ അതൊക്കെ എങ്ങനെ നമുക്കിതൊക്കെ സോൾവ് ചെയ്തെടുക്കാം, എങ്ങനെ നമുക്ക് സോഷ്യൽ സയൻസിന് ഫുൾ മാർക്ക് മേടിക്കാം. എടാ, ഞാൻ സോഷ്യൽ സയൻസ് പഠിച്ചിരുന്ന സമയത്ത് എനിക്ക് സോഷ്യൽ സയൻസിൽ ഒരു ഏറ്റവും കുറഞ്ഞ മാർക്ക് ഒരു 18ൽ 79 ആയിരുന്നു. 80ൽ 79. അതായത് എനിക്ക് ഭയങ്കര ഒന്നാമത്തെ കാര്യം, സോഷ്യൽ സയൻസ് പഠിക്കാൻ ഇഷ്ടമുള്ള ഒരാളല്ലായിരുന്നു. പക്ഷെ അത് പഠിച്ച ഒരു രീതി, ഞാൻ മറ്റു കുട്ടികൾ പഠിക്കുന്നതിൽ നിന്നും ഞാൻ യൂസ് ചെയ്തിട്ടൊരു രീതി എന്ന് പറയുന്നത് ഭയങ്കര ഡിഫറെന്റ് ആയിരുന്നു. സോ എനിക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റ് അല്ലാഞ്ഞിട്ട് കൂടിയും എനിക്ക് ഇത്ര മാർക്ക്, ഒരു മിനിമം 79 മാർക്കെങ്കിലും എപ്പോഴും കിട്ടുമായിരുന്നു. ഞാൻ ആ ഒരു രീതി നിങ്ങൾ ഒന്ന് ഫോളോ ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കും യൂസ്ഫുൾ ആകും എന്ന് എനിക്ക് തോന്നി. നമുക്കറിയാം സോഷ്യൽ സയൻസിന് ഇപ്പോൾ നിങ്ങൾക്ക് 4 ടെക്സ്റ്റ് ബുക്ക് അല്ലേ. SSLCയിൽ ഇത്രയും പോർഷൻസ് പഠിച്ചിട്ട് പോകേണ്ട വേറൊരു ടെക്സ്റ്റ് ബുക്ക് ഇല്ല. 4 ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്. ഈ 4 ടെക്സ്റ്റ് ബുക്കിലും അത്രമാത്രം കോണ്ടന്റുകൾ കുത്തി നിറച്ചു വെച്ചിരിക്കുക. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് എല്ലാവർക്കും ടെൻഷനുണ്ട്, എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ട് പഠിക്കാൻ. സോ നമുക്ക് മാത്രമേ ഉള്ളൂ ഈ ബുദ്ധിമുട്ടെന്നുള്ളൊരു ചിന്താഗതിയില്ല. അത് ആദ്യം ഒന്ന് എടുത്ത് മാറ്റുക. അതായത് നമുക്ക് മാത്രമല്ല, പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും സോഷ്യൽ സയൻസ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു വലിയൊരു മലയാണ്. ആ മല കയറി എടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര കഷ്ടപ്പാടാണ്. ഓക്കെ, അപ്പൊ നമ്മൾ സോഷ്യൽ സയൻസ് പഠിക്കുന്ന വിദ്യാർത്ഥികൾ എപ്പോഴും ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കേണ്ടത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിനാണ്. എനിക്കറിയാം ടെക്സ്റ്റ് ബുക്ക് ഇപ്പോൾ ഇംഗ്ലീഷ് മീഡിയം ആയാലും മലയാളം മീഡിയം ആയാലും, ഇംഗ്ലീഷ് മീഡിയം കുട്ടികൾക്ക് നിങ്ങൾക്ക് വായിച്ചിട്ട് മനസ്സിലാകുന്നില്ലെങ്കിൽ ഇതേ ടെക്സ്റ്റ് ബുക്കിന്റെ മലയാളം നമുക്ക് സൈറ്റുകൾ അവൈലബിൾ ആണ്. സോ ആ ടെക്സ്റ്റ് ബുക്ക് കൂടെ എടുത്ത് വെച്ചിട്ട് നിങ്ങൾ വായിക്കാൻ ശ്രമിക്കുക. പല വാക്കുകളും നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലല്ല സ്കൂളിൽ പഠിപ്പിക്കും, പക്ഷെ ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് അങ്ങ് പഠിപ്പിച്ചു പോയല്ലേ ചെയ്യുന്നത്. സോ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളൊരു മലയാളം ടെക്സ്റ്റ് ബുക്ക് സൈറ്റിലോ കാണും, അത് നിങ്ങളൊന്ന് ഫോണിലോ അല്ലെങ്കിൽ ലാപ്പിലോ ഒക്കെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് കാണുക. അതല്ലെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബിൽ നല്ല നല്ല ക്ലാസ്സുകളാണ്. ഇപ്പോൾ സൈലത്തിന്റെ ഒക്കെ ക്ലാസ്സുകൾ എന്നൊക്കെ പറഞ്ഞാൽ വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ്. സോ നിങ്ങൾക്ക് അത് ഫോളോ ചെയ്യുന്നവർക്ക് അത് ഫോളോ ചെയ്യാം. നിർബന്ധമൊന്നുമില്ല, നിങ്ങൾക്ക് തന്നെ പഠിക്കാൻ പറ്റുന്നതേ ഉള്ളൂ സോഷ്യൽ സയൻസ് ഒക്കെ. അപ്പൊ ഇത് പഠിക്കുമ്പോൾ എന്താ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ലൈൻ ബൈ ലൈനായിട്ട് കാര്യങ്ങൾ വായിച്ചു നോക്കണം. ഫസ്റ്റ് പഠിക്കുകയല്ല ചെയ്യണം, നമ്മൾ വായിച്ചു നോക്കുക എന്നുള്ളതാണ്. കാരണം നമ്മൾ പുതുതായിട്ട് കേൾക്കുന്ന വാക്കുകളാണ് അല്ലേ. ഈ വാക്കുകളൊക്കെ നമ്മൾ മനസ്സിലാക്കണം ആദ്യം. എന്താണ് ഈ വാക്കുകൾ, ഇതിന്റെ മീനിങ് എന്താണ്, ഇത് നമ്മൾ ആദ്യം ഒന്ന് മനസ്സിലാക്കി വെച്ചിരിക്കണം. നെക്സ്റ്റ്, നമ്മൾ സോഷ്യൽ സയൻസ് എന്ന് പറയുന്നത് മാത്സ് അല്ലെങ്കിൽ ഫിസിക്സ് ഇതുപോലുള്ള സബ്ജക്റ്റ് പഠിക്കുന്ന രീതിയിലല്ല സോഷ്യൽ സയൻസ് നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത്. ഇപ്പൊ മാത്സ് ഒക്കെ ആണെങ്കിൽ കോൺസെപ്റ്റുകൾ കൃത്യമായിട്ട് നമ്മൾ വെച്ചാൽ നമുക്ക് മാത്സ് ചെയ്യാൻ പറ്റും അല്ലെ. കൂടുതൽ പ്രോബ്ലംസ് ചെയ്ത് നോക്കണം. ഫിസിക്സും അതുപോലെ തിയറി, പ്രോബ്ലംസ്, ഇത് ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ സോഷ്യൽ സയൻസ് എന്ന് പറയുന്ന ഫുൾ തിയറി ആണല്ലേ. ഇതെങ്ങനെ നമ്മൾ പഠിച്ചു വെക്കേണ്ടത്? സോഷ്യൽ സയൻസ് നമ്മൾ എപ്പോഴും അപ്രോച്ച് ചെയ്യുന്ന ഒരു സ്റ്റോറി മോഡലിലായിരിക്കണം. നമ്മളൊരു കഥ പോലെ കാര്യങ്ങൾ ഓർത്തു വെക്കുക എന്നുള്ളതാണ് നമ്മൾ സോഷ്യൽ സയൻസിൽ ആദ്യമായിട്ട് ചെയ്യേണ്ടത്. എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പൊ നിങ്ങളുടെ സോഷ്യൽ സയൻസിന്റെ ഹിസ്റ്ററിയിലെ ഭയങ്കര ഇമ്പോർട്ടൻ്റ്, ഇപ്പോൾ ഒരു എസ്സേ ആയിട്ടൊക്കെ ചോദിക്കാവുന്ന ഒരു സംഭവമാണ് റീഫോർമേഷൻ അല്ലെങ്കിൽ മതനവീകരണം എന്നൊക്കെ പറയുന്നത് അല്ലേ. അപ്പൊ ഇതെങ്ങനെ നമുക്കൊരു സ്റ്റോറി പോലെ ഓർത്തിരിക്കാം?
അതായത് നമുക്ക് ആദ്യം ഈ മതനവീകരണം എന്ന് പറയുന്നത് എന്താ, നവോത്ഥാനം അല്ലെങ്കിൽ റിനൈസൻസിന്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള ഒരു കാര്യമാണ് അല്ലേ. സോ റിനൈസൻസിന്റെ ഭാഗമായിട്ട് പല മേഖലകളിൽ മാറ്റം വന്നിട്ട് അല്ലെ, ലിറ്ററേച്ചറിൽ മാറ്റം വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ആർട്സിന്റെ മാറ്റം വന്നിട്ടുണ്ട്, സ്കൾപ്ചേഴ്സിൽ മാറ്റം വന്നിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ എല്ലാ മേഖലകളിലും മാറ്റം വന്നതുപോലെ തന്നെ ഒരു മേഖല, അതാണ് നമ്മുടെ മതപരമായിട്ടുള്ള മേഖലകളിലും മാറ്റം വന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ പോയിന്റ്. ദെൻ ആ സമയത്ത് ഈ റിനൈസൻസ് കാലഘട്ടത്തിൽ ഇറാസ്മസിനെ പോലെയുള്ള ചില ഹ്യൂമനിസ്റ്റ് എന്ന് പറയുന്നത് ഹ്യൂമനിസം എന്ന ആശയം മുന്നോട്ട് വയ്ക്കുന്ന ആൾക്കാരാണ്. ഇവരൊക്കെ പല പല ആക്ഷേപഹാസ്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതൊക്കെ അക്കാലഘട്ടത്തിൽ കത്തോലിക്ക സഭയിൽ നടന്നിട്ടുള്ള ചില വിശ്വാസങ്ങൾ, അവരുടെ ചില ആചാരങ്ങൾ, ഇതിനെയൊക്കെ ശക്തമായിട്ട് ചോദ്യം ചെയ്യുന്ന രീതിയിലായിരുന്നു ഇവർ ഇത് എഴുതിക്കൊണ്ടിരുന്നത്. അപ്പൊ നമ്മൾ ഓർത്തിരിക്കാം, ഇറാസ്മസിനെ പോലെ ഒരാളെ ഭയങ്കരമായിട്ട് ബുക്കൊക്കെ എഴുതുന്നു, എന്തെഴുതുന്നു, കത്തോലിക്ക സഭയിൽ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു, അപ്പൊ ഇവരിങ്ങനെയൊക്കെയാണ് ചെയ്യുന്നതെന്നൊക്കെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഒരു ബുക്കൊക്കെ എഴുതി അങ്ങനെ പ്രഭാഷണങ്ങളൊക്കെ നടത്തുന്നു. ഇതൊക്കെ നമ്മളൊരു കഥ പോലെ നമ്മളിങ്ങനെ ഇറാസ്മസ് ഇങ്ങനെ എഴുതുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഇനി കത്തോലിക്ക സഭയിൽ മെയിനായിട്ട് നടന്നൊരു സംഭവമാണ് പാപവിമോചന പത്രം. അപ്പൊ ഈ പാപവിമോചന പത്രത്തിന്റെ കാര്യമാണ് നെക്സ്റ്റ് പറയുന്നത്. അതിലെന്താ പറയുന്നത്, കുറെ ആൾക്കാർ പാപവിമോചന പത്രം വിൽക്കാൻ വേണ്ടി നിൽക്കുകയാണ്. ഈ പാപവിമോചന പത്രം ഇല്ലേ, പാപവിമോചന പത്രം കുറെ ആൾക്കാർ ഇങ്ങനെ വിൽക്കാൻ നിൽക്കുക. സോ ഇത് പണം കൊടുത്തിട്ട് ഈ പാപവിമോചന പത്രം വാങ്ങിച്ചു കഴിഞ്ഞാൽ പാപമോചനം കിട്ടും എന്നാണ് കത്തോലിക്ക സഭക്കാർ പറഞ്ഞുണ്ടാക്കുന്നത്. അപ്പൊ ഒന്ന് ആലോചിക്കുക, കുറെ ആൾക്കാർ പത്രം വിൽക്കാൻ നിൽക്കുന്നു, ആൾക്കാർ പൈസ കൊടുത്തും ഒരു പത്രം തന്നെ എന്റെ പാപമെല്ലാം കളയട്ടെ, ഇങ്ങനെയൊക്കെ ഉള്ള ഒരു സംഭവത്തിൽ ആൾക്കാർ സാധനം മേടിക്കുന്നു. അപ്പൊ ഇങ്ങനെ ഒരു സംഭവമാണ് അവിടെ നിലനിന്നിരുന്നത്. അപ്പൊ ഇതിനെതിരെയാണ് നമ്മുടെ ജർമ്മനിയിൽ മാർട്ടിൻ ലൂതർ മുന്നോട്ട് വരികയാണ്. പുള്ളി എന്താ ചെയ്തത്, വിറ്റൻബർഗ് എന്ന് പറയുന്ന ഒരു ദേവാലയം, ഈ ദേവാലയത്തിന്റെ വാതിലിൽ പുള്ളിക്കാരൻ തന്റെ 95 പ്രബന്ധങ്ങൾ ആണി അടിച്ച് ഉറപ്പിക്കുകയാണ് ചെയ്തത്. എന്നാ ചെയ്തത്, 1517 ചെയ്തത്. 1517 ആര് ചെയ്തു, മാർട്ടിൻ ലൂതർ ചെയ്തു. കണ്ടോ, അപ്പൊ ഇതൊക്കെ ഒന്ന് ആലോചിച്ച്, മാർട്ടിൻ ലൂതർ ഇങ്ങനെ പോകുന്നു, ആണി അടിക്കുന്നു, ഇതൊക്കെ നമ്മളൊരു കഥ പോലെ, ഒരു ഇമാജിനേഷൻ, നമ്മളിങ്ങനെ ഒരു ഇമാജിനേഷനിൽ പഠിച്ചാൽ മാത്രമല്ല, നമ്മൾ സിനിമ കാണുന്നില്ല, സിനിമയിലെ കഥകളൊക്കെ കൃത്യമായിട്ട് നമുക്ക് ഓർത്തിരിക്കുന്നുണ്ട്. എന്തുകൊണ്ട്, നമ്മൾ അത് കണ്ട് ഇങ്ങനെ നമ്മൾ ഇമാജിൻ ചെയ്ത് നമ്മൾ വരുന്നു. ഈ സെയിം കാര്യം നമ്മൾ എന്തിലും ഫോളോ ചെയ്യണം, സോഷ്യൽ സയൻസ് പഠിക്കാൻ വേണ്ടി, പ്രത്യേകിച്ച് ഹിസ്റ്ററി സബ്ജക്റ്റ് ഒക്കെ പഠിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്താൽ നമുക്ക് ഈ കോൺസെപ്റ്റുകൾ തലയിൽ നിൽക്കും. അപ്പൊ നമ്മൾ ബൈ ഹാർട്ട് ചെയ്യല്ല, കാര്യങ്ങൾ ഒരു സ്റ്റോറി പോലെ നമുക്ക് ഓർത്തെടുത്ത് എഴുതാൻ വേണ്ടി കഴിയും. ഇങ്ങനെ ഒരു രീതി ഞാൻ ഫോളോ ചെയ്തപ്പോഴാണ് എനിക്ക് നല്ല രീതിയിൽ മാർക്ക് കൂടാൻ. എനിക്കൊരു 9th പഠിക്കുന്ന സമയത്ത് ഒരു 64 ആ ഒരു റേഞ്ചിൽ, അല്ലെങ്കിൽ 50, 64 റേഞ്ചിലൊക്കെ ആയിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പൊ നമുക്ക് പഠിക്കാനുള്ള കോണ്ടന്റ് ഇച്ചിരി കുറവായിരുന്നല്ലേ 8th സ്റ്റാൻഡേർഡിലൊക്കെ വരുന്ന സമയത്ത്. 10th വന്നപ്പം SSLC കൂടെയാണ്, നമുക്ക് ഒരു തരത്തിലും കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല. സോ ഞാൻ ഇങ്ങനത്തെ ട്രിക്ക് യൂസ് ചെയ്തു, എനിക്ക് പഠിക്കാൻ വേണ്ടി കഴിഞ്ഞു. ഇനി ഇങ്ങനെയുള്ള നമ്മൾ തിയറി ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുമ്പോൾ നമ്മൾ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കേണ്ടത് റിപ്പീറ്റ് ആയിട്ട് റിവൈസ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് നമ്മളൊരു കാര്യം പഠിച്ചു, എന്നിട്ട് നമ്മൾ ആ ബുക്ക് ഒന്ന് അടച്ചു വെച്ചു, ടെക്സ്റ്റ് ഒന്ന് അടച്ചു വെച്ചു, എന്നിട്ട് നമ്മൾ സ്വയം പറഞ്ഞു നോക്കും ഈ സാധനം എന്താണ്. അപ്പൊ നമ്മൾ ഓരോ കാര്യങ്ങളും ഇങ്ങനെ ഓർത്തിരിക്കുന്നു. അപ്പൊ നമുക്ക് പോയിന്റ് വരുന്നുണ്ടോ എന്ന് നോക്കാം, വന്നില്ലെങ്കിൽ എല്ലാം കഴിഞ്ഞ് ഒന്നും കൂടെ തുറന്നു നോക്കാം. പിന്നെ ഞാൻ പഠിച്ചിട്ടുള്ള കോണ്ടന്റുകൾ എത്രമാത്രം ക്ലിയർ ആയിട്ട് ഞാൻ മനസ്സിലാക്കി എന്ന് ഓർക്കാൻ വേണ്ടി ഞാൻ എന്താ ചെയ്യുന്നതെന്ന് അറിയാവോ, എന്നത് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെല്ലാം പറഞ്ഞു കൊടുക്കും. അതായത് ഒരു ഫ്രണ്ട് വന്നിട്ട് ഇന്നത് മനസ്സിലായില്ല എന്ന് പറഞ്ഞു ഞാൻ ഫസ്റ്റ് പ്രയോറിറ്റി അവന് കൊടുക്കും, എന്നിട്ട് ഞാൻ ഇവന് പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കും. അപ്പൊ ഞാൻ ഓൾറെഡി പഠിച്ചിട്ടുള്ള സാധനങ്ങളാണെങ്കിൽ എനിക്കത് ഓർത്ത് അവന് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നുണ്ടോ, ഈ ഒരു സാധനം ഞാൻ അവിടെ ചെക്ക് ചെയ്യും. അതുകൊണ്ട് നമ്മുടെ ഫ്രണ്ട്സ് ഡൗട്ട്സ് ചോദിച്ചു കഴിഞ്ഞാൽ, ആരെങ്കിലും എന്ത് ചോദിച്ചാലും നമ്മൾ ഭയങ്കര ഓപ്പൺ മൈൻഡഡ് ആയിട്ട് പറഞ്ഞു കൊടുക്കണം. ഞാൻ സ്റ്റിൽ ഫോളോ ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇപ്പോഴും ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട്, ഇപ്പൊ തന്നെ നിങ്ങൾ തന്നെ, എനിക്ക് ഒത്തിരി കുട്ടികൾ ഡൗട്ട്സ് ചോദിച്ചിട്ട് എനിക്ക് ഇൻസ്റ്റഗ്രാമിലൊക്കെ മെസ്സേജ് അയക്കുന്നുണ്ട്. സോ ഇങ്ങനെ ഡൗട്ട്സ് ചോദിക്കുന്ന എല്ലാവർക്കും ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട്. അത് പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മുടെ മൈൻഡിൽ ഇത് കിടപ്പുണ്ടോ, കിടപ്പില്ലെങ്കിൽ നമ്മളൊന്ന് റീഫ്രഷ് ചെയ്തിട്ട് ഒന്നുകൂടെ നോക്കും, റിവൈൻഡ് ചെയ്തിട്ടൊന്ന് നോക്കും. അപ്പൊ നമുക്ക് ഈ നോളജ് ഇങ്ങനെടാ, എല്ലാവരും ഇങ്ങനെടാ, നമ്മൾ റിവൈസ് ചെയ്യുന്നതിലൂടെ മാത്രമേ നമുക്കിത് പെർഫെക്റ്റ് ആക്കി എടുക്കാൻ വേണ്ടി കഴിയും. പിന്നെ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മളൊരു ടെക്സ്റ്റ് ബുക്ക് പഠിക്കുന്ന സമയത്ത് ടെക്സ്റ്റ് ബുക്കിന്റെ സൈഡിൽ സ്റ്റിക്കി നോട്ട്സുകളൊക്കെ ഇല്ലേ, അപ്പൊ സ്റ്റിക്കി നോട്ട്സുകൾ എടുത്തിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേർഡ്സുകൾ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സുകൾ, വർഷങ്ങളൊക്കെ നമ്മൾ അടയാളപ്പെടുത്തി വെക്കുക. എന്നിട്ട് ഈ സാധനം നമ്മളൊന്ന് റിവൈൻഡ് ചെയ്ത് നോക്കുക. ഇതാണ് നമ്മുടെ മെയിൻ പോയിന്റ്. എന്നിട്ട് ഈ മെയിൻ പോയിന്റിനെ കണക്ട് ചെയ്ത് നമുക്ക് എഴുതാൻ പറ്റുന്നുണ്ടോ എന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കുക. സോ ഒരു സെൽഫ് ടെസ്റ്റ് നടത്തി കഴിഞ്ഞാൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് സോഷ്യൽ സയൻസിന് മാർക്ക് മേടിക്കാൻ പറ്റുള്ളൂ. ഇത് ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് മൂലവും അതോടൊപ്പം തന്നെ എൻ്റെ സ്റ്റുഡൻസിന് പറഞ്ഞു കൊടുത്തിട്ട് സക്സസ്ഫുൾ ആയിട്ട് നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളൊരു അപ്രോച്ചാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇങ്ങനെ ഷോർട്ടായിട്ട് നമ്മൾ നോട്ട്സ് ഉണ്ടാക്കി, ഷോർട്ടായിട്ടുള്ള പോയിന്റ്, എല്ലാ സാധനങ്ങളും അല്ല, മെയിൻ ആയിട്ടുള്ള ഇയർ, അല്ലെങ്കിൽ മെയിൻ ആയിട്ടുള്ള ആളുടെ പേര്, അല്ലെങ്കിൽ മെയിൻ ആയിട്ടുള്ള സംഭവം, ഇത് നമ്മൾ എഴുതി വെക്കാം. ആൻഡ് നമ്മൾ എക്സാംസിൽ എഴുതുന്ന സമയത്തും ഈ ഒരു അപ്രോച്ച് നമ്മൾ നടത്തണം. അതായത് നമ്മൾ വലിച്ചു വാരി എഴുതുകയല്ല. ഇപ്പൊ നമുക്കൊരു
ഒരു 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്, നമുക്കത് പോയിന്റ് ആയിട്ട് എഴുതാം. അങ്ങനെ പോയിന്റ് വൈസ് നിങ്ങൾ എഴുതുന്ന സമയത്ത് നിങ്ങൾ കീവേഡ്സുകൾ ഇൻക്ലൂഡ് ചെയ്യണം. കീവേഡ്സ് എന്ന് പറയുമ്പോൾ ഇതുപോലെ വർഷങ്ങളാകാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ പേരുകളാകാം. അത് നിങ്ങൾക്ക് 100% ഷുവർ ആണെങ്കിൽ നിങ്ങൾ അതിനെ താഴെ ഒന്ന് അണ്ടർലൈൻ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഡാർക്കിൽ അത് എഴുതാൻ വേണ്ടി കഴിയും. സോ പേപ്പർ നോക്കുന്ന ആളാ നിങ്ങളുടെ പേപ്പർ കുത്തിയിരുന്ന് നോക്കത്തില്ല, അവർക്ക് മെയിൻ സാധനങ്ങൾ ഉണ്ടെങ്കിൽ അവരങ്ങ് മാർക്ക് ഇട്ട് പോകും. ഇങ്ങനെ നമുക്ക് പെട്ടെന്ന് മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി കഴിയും. പിന്നെ എസ് എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ, എസ് എഴുതുന്ന സമയത്ത് നമ്മൾ എസ് എന്ന് പറയുന്നത് പോയിന്റ് വൈസ് നിങ്ങൾ എഴുതരുത്. നിങ്ങൾ എസ് എഴുതുന്ന സമയത്ത് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്ത് സബ് ഹെഡിങ്ങുകളൊക്കെ കൊടുത്ത് എഴുതാൻ പറ്റുമെങ്കിൽ അതാണ് ബെറ്റർ. പിന്നെ എപ്പോഴും മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളൊരു ഞാൻ യൂസ് ചെയ്തൊരു സംഭവമാണ്, നമ്മളിപ്പോൾ ഒരു ചോദ്യം ചോദിക്കും. ഇപ്പൊ തന്നെ റീഫോർമേഷൻ ആണ് ക്വസ്റ്റ്യൻ, നമ്മൾ ക്വസ്റ്റ്യൻ ഇപ്പോൾ ഒരു 15ാമത്തെ ചോദ്യമാണ് റീഫോർമേഷൻ. അപ്പൊ നമ്മൾ 15 എഴുതിയിട്ട് സാധാരണ കുട്ടികൾ എന്താ റീഫോർമേഷനെ പറ്റി വലിച്ചു വാരിയങ്ങ് എഴുതും. ഞാൻ ചെയ്യുന്ന എന്താ, ആദ്യം 15 ക്വസ്റ്റ്യൻ നമ്പർ ഇട്ടിട്ട് ഞാൻ റീഫോർമേഷൻ എന്നൊരു ഹെഡിങ് കൊടുക്കും. ആ ഹെഡിങ് കൊടുത്തതിന് ശേഷം അതിനൊരു ഇൻട്രൊഡക്ഷൻ കൊടുക്കും. എന്നിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചില സബ് ഹെഡിങ് കൊടുക്കാൻ പറ്റുന്ന സാധനങ്ങൾ അങ്ങനെ കൊടുക്കും. അങ്ങനെ എഴുതുമ്പോൾ നോക്കുന്ന ടീച്ചറിന് ഇവൻ അത്യാവശ്യം നീറ്റായിട്ട് പഠിച്ചിട്ടുള്ള ഒരു വിദ്യാർത്ഥിയാണ്. അപ്പോൾ ചെറിയ മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ പോലും ആ ടീച്ചർ എന്ത് ചെയ്യും, നമുക്ക് ഫുൾ മാർക്ക് ഇടും. സോ ഒത്തിരി പേപ്പറുകളുടെ ഇടയിൽ നമ്മുടെ പേപ്പർ യുണീക്ക് ആയിട്ടിരിക്കുക എന്നുള്ളതാണ് സോഷ്യൽ സയൻസിന് മാർക്ക് മേടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ബെറ്റർ വേ. ഇപ്പൊ തന്നെ നിങ്ങൾക്കറിയാം, നിങ്ങളൊക്കെ സോഷ്യൽ സയൻസ് അത്യാവശ്യം നല്ലപോലെ എഴുതിയിട്ടും A+ ഗ്രേഡിലേക്കോ A ഗ്രേഡിലേക്കോ ഒക്കെ ഉയരാൻ കഴിയാത്ത വിദ്യാർത്ഥികളുണ്ട്. അത് എന്തുകൊണ്ടാണ്? അത്രയും പേപ്പേഴ്സ് സോഷ്യൽ സയൻസ് എന്നൊക്കെ പറയുമ്പോൾ 80 മാർക്കിന്റെ പേപ്പർ ടീച്ചേഴ്സ് ഇങ്ങനെ കുത്തിയിരുന്ന് നോക്കുക. ഒരു 10 പേപ്പറൊക്കെ നോക്കുമ്പോൾ ആരായാലും മടുക്കുവാടാ. അപ്പൊ മടുക്കാണ്ട് നമ്മുടെ പേപ്പർ നോക്കണമെങ്കിൽ ആ പേപ്പർ കാണുന്ന സമയത്ത് ടീച്ചറിന് ഒരു ഇൻട്രസ്റ്റ് വരണം. ആ ഇൻട്രസ്റ്റ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം? നീറ്റായിട്ട് നമ്മൾ ആൻസർ പ്രസന്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. സോ നമുക്ക് ചില ടോപ്പിക്സുകളൊക്കെ നമുക്ക് ഉറപ്പില്ലെങ്കിൽ പോലും ഈ നീറ്റ്നെസ് കൊണ്ട് നമുക്ക് മാർക്ക് സ്കോർ ചെയ്തെടുക്കാൻ വേണ്ടി കഴിയും. അപ്പൊ സോഷ്യൽ സയൻസിനെ പറ്റിയിട്ട് നിങ്ങൾ ചെയ്യേണ്ട മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെയാണ്. പിന്നെ പുസ്തകം മെയിൻ ആയിട്ട് നിങ്ങൾ ഫോളോ ചെയ്യുക. ഇനി നിങ്ങൾക്ക് പുസ്തകം പഠിക്കാൻ പറ്റുന്നില്ല, നിങ്ങൾക്ക് പോയിന്റ് വൈസ് ആയിട്ട് നോട്ട്സുകളുണ്ടോ, നല്ല നോട്ട്സുകളുണ്ടോ, NCERT ബേസ്ഡ് ആയിട്ടുള്ള നല്ല നോട്ട്സുകൾ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം. സോ നിങ്ങൾ ചെയ്യേണ്ടത് എന്താ, നമ്മുടെ പേജ്, അതായത് ഇൻസ്റ്റഗ്രാമിലെ 2 പേജും ഫോളോ ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ കമ്മ്യൂണിറ്റി ചാനൽ വാട്സാപ്പ് ലിങ്ക് ഞാൻ കൊടുത്തിരിക്കാം, ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ തന്നെ കൊടുത്തിരിക്കാം. സോ നിങ്ങൾ ആ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. കൃത്യമായിട്ട് നിങ്ങളുടെ ഓരോ ചാപ്റ്ററിന്റെയും നോട്ട്സുകൾ ഞാൻ അതിനകത്ത് ഷെയർ ചെയ്ത് തരാം. ഇമ്പോർട്ടൻസ് ആയിട്ട് പഠിക്കേണ്ട, ഇമ്പോർട്ടൻറ്റ് കൊടുത്തിട്ട് പഠിക്കേണ്ട ടോപ്പിക്സുകൾ ഏതൊക്കെയാണ്, എങ്ങനെ ഇത് ക്രാക്ക് ചെയ്തെടുക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള നോട്ട്സ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം. നിങ്ങൾ ഇത് നോക്കി പഠിക്കുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഇനിയുള്ള സമയത്ത് നിങ്ങൾ എങ്ങനെയാണ് ഒരു ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടത്, എന്തൊക്കെ കാര്യങ്ങൾക്കാണ് നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, ഇതൊക്കെ നമ്മുടെ ചാനലിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. സോ നമ്മുടെ ചാനൽ മസ്റ്റായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതോടൊപ്പം തന്നെ നിങ്ങൾ നോട്ടിഫിക്കേഷൻ ഓൺ ആക്കി ഇടുക, ബെല്ലൈക്കൺ ഒക്കെ ഞെക്കി പൊട്ടിച്ച് വെക്കുക. പിന്നെ ഇതിനെല്ലാം അപ്പുറത്തേക്ക് നമ്മൾ എങ്ങനെയാണ് നമുക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത്, നമ്മൾ ഹെൽത്തി ആയിട്ടിരിക്കുക, നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുക. നമ്മളെ ചുറ്റുപാടും ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും പഠിക്കുന്ന സമയത്ത്, മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ, സ്കൂളിലെ പ്രശ്നങ്ങൾ, ഫ്രണ്ട്സിനിടയിലുള്ള പ്രശ്നങ്ങൾ. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും പരമാവധി നമ്മൾ ഒഴിഞ്ഞു നിൽക്കുക എന്നുള്ളതാണ്. അതായത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരാതിരിക്കാനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കുക. നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കും. ഇപ്പൊ ഞാൻ തന്നെ എനിക്ക് ഒത്തിരി പ്രശ്നങ്ങളുണ്ട്, പക്ഷെ നമ്മളൊരു വൈബ് ക്രിയേറ്റ് ചെയ്തിട്ടാണ് ഫുൾ ടൈം പഠിക്കുന്ന സമയത്തായാലും ആക്റ്റീവായിട്ട് ഇന്ററാക്ട് ചെയ്തിട്ടൊക്കെയാണ് പഠിക്കുന്നത്. നമ്മൾ പറഞ്ഞിട്ട് ഒരാളെ പഠിപ്പിക്കുന്ന രീതിയിൽ പഠിക്കുന്നു. സോ നമ്മൾ എത്രമാത്രം ഹെൽത്തി ആൻഡ് ഇന്ററാക്ടിങ് ആയിട്ട് നമ്മൾ പഠിക്കാൻ ശ്രമിക്കുന്നുണ്ടോ അത് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താ, നിങ്ങൾ എല്ലാവരും ഹെൽത്തി ആയിട്ട് മാത്രം പെരുമാറുക. അനാവശ്യ കാര്യങ്ങൾക്കൊന്നും മാറി നിൽക്കുക, അനാവശ്യ കാര്യങ്ങളൊന്നും പെടാണ്ട് മാറി നിൽക്കുക. ഇങ്ങനെ ഒരു ഹെൽത്തി അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ പഠിക്കാൻ വേണ്ടി കഴിയും. പിന്നെ എപ്പോഴും ഞാൻ നിങ്ങളോട് പറയുന്നൊരു കാര്യം, നിങ്ങളുടെ ഇപ്പോൾ സീനിയേഴ്സിനെ തന്നെ 10 കഴിഞ്ഞു, +1ലേക്ക് അഡ്മിഷൻ കിട്ടിയിട്ടില്ല, സ്റ്റിൽ സപ്ലിമെന്ററിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക. ഈ ഒരു അവസ്ഥ നിങ്ങൾക്ക് ഇപ്പോൾ അത് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല, പക്ഷെ അടുത്ത തവണ മാർക്ക് കുറഞ്ഞു കഴിയുമ്പോൾ നിങ്ങളെല്ലാം അനുഭവിക്കുന്ന വേദന ഞാൻ ഇപ്പോൾ സ്റ്റിൽ കണ്ടുകൊണ്ടിരിക്കുക. എത്ര കുട്ടികളാണ് മെസ്സേജ് അയക്കുന്നതെന്ന് അറിയോ? ഒരു more than 5K മുകളിലാണ് ഇൻബോക്സിൽ ഇപ്പോഴും മെസ്സേജിന് റിപ്ലൈ കൊടുക്കാൻ കഴിയാണ്ടിരിക്കുന്നത്. അപ്പൊ അത്രമാത്രം കുട്ടികൾ അഡ്മിഷൻ കിട്ടാത്തതിന്റെ വിഷമത്തിലുണ്ട്. സോ എൻ്റെ മക്കൾക്ക് ആർക്കും ഈ ഒരു അവസ്ഥ വരരുത്. അതുകൊണ്ടാണ് നിങ്ങളെ കൃത്യമായിട്ട് ഗൈഡ് ചെയ്യാൻ, മോൾഡ് ചെയ്തെടുക്കാമെന്ന് ഞാൻ വിചാരിച്ചതും. സോ എല്ലാവരും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് നോക്കുക. അപ്പൊ മിഡ് ടേംസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി അടുത്ത് നിങ്ങൾക്ക് ഓണം എക്സാംസ് വരും. അപ്പോൾ ഓണം എക്സാംസിന് എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. അപ്പൊ എല്ലാവരും ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ടിരിക്കും. ബൈ ബൈ.